കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെയാണ് കെട്ടിടം തകർന്നത്. അപകട സമയത്തുണ്ടായിരുന്ന ട്രെയിൻ നീക്കിയാണ് പ്രവൃത്തികൾ നടത്തുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ 2-ാം നമ്പർ പ്ലാറ്റ്ഫോമിലെ തകർന്ന ക്ലോക്ക് ടവർ പൊളിച്ചു നീക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത്. ഒരു നൂറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടമാണ് ക്ലോക്ക് ടവർ. സുരക്ഷ മുൻനിർത്തി പാളികളായി ചെത്തി നീക്കുകയാണ് ചെയ്യുന്നത്. ഇന്നലെ മേൽക്കൂര മുറിച്ച് മാറ്റിയിരുന്നു. ഇന്നലെ ഉച്ചയോടെയാണ് കെട്ടിടം തകർന്നത്. അപകട സമയത്തുണ്ടായിരുന്ന ട്രെയിൻ നീക്കി ഗതാഗതം തടസ്സം നീക്കിയെങ്കിലും 2-3 പ്ലാറ്റ്ഫോമുകളുടെ സമീപമുള്ള ട്രാക്കിൽ ട്രെയിൻ ഗതാഗതം നിർത്തിവെച്ചിരിക്കുകയാണ്. അതേസമയം കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി ഇന്ന് കോഴിക്കോട് 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് പുറപ്പെട്ടത്. ഇന്നലെ അത് കല്ലായിൽ നിന്നായിരുന്നു പുറപ്പെട്ടിരുന്നത്. കോഴിക്കോട് കണ്ണൂർ പാസഞ്ചർ വെസ്റ്റ് ഹിൽ സ്റ്റേഷനിൽ നിന്നാണ് ഇന്നും പുറപ്പെട്ടത്. ക്ലോക്ക് ടവർ തകർന്നു വീണതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശപ്രകാരം BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു റെയിൽവേ സ്റ്റേഷനിലെത്തി അപകടം സംബന്ധിച്ച മുഴുവൻ വിവരങ്ങളും റെയിൽവേ മന്ത്രിയുടെ ഓഫീസിനെ അറിയിച്ചു. സ്റ്റേഷൻ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇതിനകം കെട്ടിടം പൊളിച്ചു മാറ്റാൻ തീരുമാനിച്ചിരുന്നു. പ്രാഥമിക പൊളിക്കൽ ജോലികൾ ആരംഭിക്കാനും നിശ്ചയിച്ചിരുന്നു. മുൻകരുതൽ എന്ന നിലയിൽ യാത്രക്കാരെത്തുന്നതിനായി ചുറ്റുമുള്ള പ്രദേശം വേലികെട്ടി അടച്ചിരുന്നു.